വളരെ നാളുകളായി ദേശീയ മാധ്യമങ്ങൾ പലപ്പോഴായി ചർച്ച ചെയ്തത് ഒരു രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചുള്ള വാർത്തയിലാണ്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് വളരെ പാടുപെട്ട് പൊരുതി നേടിയ ഒരു സംസ്ഥാനം BJPയിലേക്ക് ചുവട് മാറ്റുന്നു. തെലങ്കാനയാണ് BJPയിലേക്ക് ചുവടുറപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ സംസ്ഥാനം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉടൻ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുമെന്ന് മുൻ മന്ത്രിയും BRS നേതാവുമായ KT രാമറാവു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. രേവന്ത് റെഡ്ഡി മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ മറ്റൊരു നേതാവും BJPയിലേക്ക് ചേരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതുവരെ 15 തവണ പറഞ്ഞു. രേവന്ത് റെഡ്ഡി ഒരിക്കൽ പോലും പ്രതികരിച്ചിട്ടില്ല. ഈ ഭൂമിയിലെ ചെറിയ കാര്യങ്ങളിൽ വരെ അഭിപ്രായം പറയുന്ന ആളാണ് അദ്ദേഹം. താനൊരു പ്രത്യേക ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. രേവന്ത് റെഡ്ഡി കോൺഗ്രസിൽ തുടരില്ല. രേവന്ത് റെഡ്ഡി മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ മറ്റൊരു നേതാവും BJPയിലേക്ക് ചേരും, KTR പറയുന്നു. രേവന്ത് റെഡ്ഡിയുടെ പെരുമാറ്റം നോക്കൂ. ഒരു വശത്ത് കാവൽക്കാരൻ കള്ളനാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു, മറുവശത്ത് കാവൽക്കാരന് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സഹോദരനാണ് എന്നാണ് രേവന്ത് പറയുന്നത്. സർക്കാർ രൂപീകരിച്ച് 100 ദിവസത്തിനുള്ളിൽ 6 വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് 100 ദിവസം മുൻപ് കോൺഗ്രസ് പാർട്ടി വാഗ്ദാനം ചെയ്തിരുന്നു. ഇന്ന് ഈ ഗ്യാരണ്ടികളുടെ അടിസ്ഥാനത്തിൽ എന്താണ് നൽകിയതെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരിക്കാൻ അവർക്ക് ധൈര്യമില്ല എന്നും രാമറാവു ആരോപിച്ചു. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സീറ്റ് നിലയും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി രാജ്യത്താകെ 50 സീറ്റുകൾ കടക്കില്ലെന്നും BRS നേതാവ് പറഞ്ഞു. കഴിഞ്ഞ മാസം സിക്കന്ദരാബാദിൽ നടന്ന പാർട്ടി യോഗത്തിൽ താൻ എക്കാലവും കോൺഗ്രസിൽ തുടരുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ KTR രേവന്ത് റെഡ്ഡിയോട് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ശേഷം BJPയിൽ ചേരുമെന്ന ആരോപണത്തിലും റെഡ്ഡി മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതെന്നും KTR ചോദിച്ചു. 2014 ആന്ധ്ര വിഭജനത്തോടെ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ തെലങ്കാനയിൽ അധികാരത്തിൽ തിരിച്ചെത്തിച്ചത് രേവന്ത് റെഡ്ഡിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രേവന്തിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. BRSന്റെ അധികായനായ നേതാവ് K ചന്ദ്രശേഖര റാവുവിന്റെ അവശേഷിക്കുന്ന കോട്ടകളും തകർക്കാൻ രേവന്തിന് കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമാണ് തെലങ്കാന എന്നത് ശക്തമായ ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കുന്നു. 9 വർഷത്തോളം ഉറങ്ങിക്കിടന്ന കോൺഗ്രസിന് പുതുജീവൻ നൽകി തെലങ്കാനയിൽ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തിച്ചത് രേവന്ത് റെഡ്ഡി എന്ന RR ആണ്. രാഷ്ട്രീയത്തിൽ കൊണ്ടും കൊടുത്തും വളർന്ന രേവന്ത് റെഡ്ഡി സംഘപരിവാറിലും തെലുങ്കുദേശം പാർട്ടിയിലും പ്രവർത്തിച്ച ശേഷമാണ് കോൺഗ്രസിലെത്തിയത്. എതിരാളികളെ അടിച്ചിരുത്താൻ ശേഷിയുള്ള ഈ 54-കാരനിലെ തീപ്പൊരി നേതാവിനെ തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തോടൊപ്പം നിന്നു. ഇതിന്റെ ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയവും.